അപ്പോൾ ചില ആൾക്കാർ വന്ന് ഗുഹയൊന്നുമല്ല, പാമ്പിന് ഒരു പാമ്പ് വാവിളിച്ച് കിടക്കുന്നതാണെന്നോ, എല്ലാം ഗുഹയാണെന്നോ, നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇതുവരെയെന്നോ, ഗുഹയാണ് അല്ല. അപ്പോൾ ചില ആൾക്കാർ പാമ്പാണെന്നോ. കാരണം ആ പാമ്പിൻ്റെ വായിൽ നിന്ന് ദുർഗന്ധമുണ്ട്. അപ്പോൾ പാമ്പ് ഇങ്ങനെ വായി പൊടിച്ചാൽ ഏറ്റവും ചീഞ്ഞ നാറ്റം വരും, വൃത്തിയായിട്ട് നാറ്റം വരും. കാരണം പാമ്പ് വലിയേക്കില്ലല്ലോ, പാമ്പ് തവളയൊക്കെ പാമ്പിനെ പറ്റിയൊക്കെ അറിയാം. അപ്പോൾ ഭയങ്കര നാറ്റാം അതുകൊണ്ട്. അപ്പോൾ ചില ഗോപന്മാർ പറഞ്ഞു അതിനെന്താ നമ്മുടെ കൂടെ കൃഷ്ണൻ ഇല്ലേന്ന്. നമ്മുടെ കൂടെ കൃഷ്ണൻ ഉണ്ടല്ലോ. ഇവരെങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴാണ് കൃഷ്ണൻ അറിഞ്ഞത് പറ്റിച്ചു, നമ്മുടെ കുട്ടികളൊക്കെ തന്നെ അപകടത്തിലാണ്, പാമ്പിപ്പോൾ വിഴുങ്ങും. അപ്പം നേരെ അങ്ങനെ ഓടി ഭഗവാൻ ഓടിച്ചെന്നിട്ട് അകത്ത് കയറി. അപ്പം എന്ത് ചെയ്തു, നേരെ ഭഗവാൻ കയറി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അവൻ വായി ഇങ്ങനെ അടച്ചു. അപ്പം നേരെ ഭഗവാൻ നേരെ അങ്ങോട്ട് വളർന്നു കഴിഞ്ഞപ്പോഴാണ് നേരെ അവൻ്റെ ശിരസ് അങ്ങോട്ട് പൊട്ടിയിട്ട് നേരെ പ്രാണൻ അങ്ങോട്ട് പോയി. അപ്പോൾ ശിരസ് പൊട്ടി നേരെ പോയി കഴിഞ്ഞാൽ നേരെ വൈകുണ്ഠത്തിലെത്തും. അത് യോഗികൾക്ക് മാത്രമേ. അപ്പോൾ യോഗി ദുർലഭമായിരിക്കുന്ന ഒരു മരണമാണ്